പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചകളെ തുടർന്ന് RSS സൈദ്ധാന്തികൻ TG മോഹൻദാസിന് ജാമ്യം. ഡൽഹി ജന്തർ മന്ദർ സമര വിദ്യാർത്ഥികളെ അവഹേളിച്ച കേസിലാണ് തിരുവനന്തപുരം ACJM കോടതി ജാമ്യം അനുവദിച്ചത്. പോലീസ് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് അറസ്റ്റ് ചെയ്തതെന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. സമരത്തെ അവഹേളിക്കുകയും വിദ്വേഷം പടർത്തുകയും ചെയ്യുന്ന പ്രസ്താവന നടത്തിയ സംഭവത്തിൽ കഴിഞ്ഞ മാസമാണ് TG മോഹൻദാസിനെതിരെ പോലീസ് കേസെടുത്തത്. കേസ് രജിസ്റ്റർ ചെയ്ത് 13 ദിവസങ്ങൾ പിന്നിട്ട ശേഷമാണ് അറസ്റ്റിലേക്ക് കടന്നതെങ്കിലും നിയമപരമായ മാനദണ്ഡങ്ങളൊന്നും തന്നെ പോലീസ് പാലിച്ചില്ലെന്ന പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് സൈബർ പോലീസ് FIR എടുക്കുന്നത് 15 ദിവസം മുമ്പാണ്. സാധാരണ സുപ്രീം കോടതിയുടെ കർശനമായ മാർഗ്ഗനിർദ്ദേശമുണ്ട്. 7 വർഷത്തിന് താഴെയാണ് ശിക്ഷയെങ്കിൽ കമ്പൽസറിയായി നോട്ടീസ് കൊടുത്തിരിക്കണം. നോട്ടീസ് കൊടുത്ത് എക്സെപ്ഷണൽ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാവൂ. ഇവിടെ നോട്ടീസ് സെർവ് ചെയ്തില്ല. സെർവ് ചെയ്യാതെ അയാളെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് നൽകേണ്ട വ്യക്തമായ നോട്ടീസ് നൽകിയിരുന്നില്ലെന്നത് കോടതിയിൽ പ്രതിഭാഗം അറിയിച്ചു. അതോടൊപ്പം സൈബർ പോലീസ് കോടതിയിൽ നൽകിയ അന്വേഷണ റിപ്പോർട്ടിലെ വൈരുദ്ധ്യങ്ങളും പ്രോസിക്യൂഷന്റെ വീഴ്ചയും പ്രതിക്ക് അനുകൂലമായ അന്തരീക്ഷമൊരുക്കി. ഈ പിഴവുകൾ മുൻനിർത്തി നൽകിയ ജാമ്യാപേക്ഷ പരിഗണിച്ചാണ് കോടതി TG മോഹൻദാസിന് ജാമ്യം അനുവദിച്ചത്. തെളിവുകൾ നശിപ്പിക്കാൻ പാടില്ല, സാക്ഷിയെ സ്വാധീനിക്കരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.